തമിഴ്നാട്ടിലെ പാമ്പൻ ദ്വീപിന്റെ തെക്കുകിഴക്കേ അറ്റത്ത് ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും സന്ധിക്കുന്നിടത്ത് കാലത്തിന്റെ ഭീകരമായ ഒരു ദുരന്തത്തിന്റെ സ്മാരകമായി ധനുഷ്കോടി നിലകൊള്ളുന്നു. പ്രേതനഗരം എന്നറിയപ്പെടുന്ന ഈ പ്രദേശം ഒരു പഴയ തുറമുഖ പട്ടണമായിരുന്നു. ഏതാനും പതിറ്റാണ്ടുകൾക്ക് മുൻപ് വരെ തിരക്കേറിയ കപ്പൽ ഗതാഗതത്തിനും റെയിൽവേ സ്റ്റേഷനും മാർക്കറ്റുകൾക്കും പള്ളികൾക്കുമൊക്കെ പേരുകേട്ട ഒരു ജനവാസ കേന്ദ്രമായിരുന്നു ഇത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയെയും ശ്രീലങ്കയിലെ തലൈമനാറിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന കണ്ണി കൂടിയായിരുന്നു ധനുഷ്കോടി. ധനുഷ്കോടിയുടെ പ്രാധാന്യം വെറുമൊരു തുറമുഖ നഗരത്തിൽ ഒതുങ്ങുന്നില്ല. ഹൈന്ദവ വിശ്വാസപ്രകാരം ഇതിന് പുരാണപരമായ ഒരുപാട് ബന്ധങ്ങളുണ്ട്. ശ്രീരാമൻ സീതാദേവിയെ രക്ഷിക്കാൻ ലങ്കയിലേക്ക് പാലം നിർമ്മിക്കാൻ ധനുസ്, വില്ല്, കുലച്ച സ്ഥാനം അടയാളപ്പെടുത്തിയ സ്ഥലമാണിതെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ധനുഷ്കോടി, വില്ലിന്റെ അറ്റം എന്ന പേര് ഈ സ്ഥലത്തിന് ലഭിച്ചു എന്നും കരുതപ്പെടുന്നു. രാമേശ്വരത്തെ തീർത്ഥാടനം പൂർത്തിയാകണമെങ്കിൽ ഇവിടെ രാമസേതുവിൽ സ്നാനം ചെയ്യണമെന്നും വിശ്വാസമുണ്ട്. ഈ പട്ടണത്തിന്റെ പ്രതാപത്തിന് പക്ഷേ അധികം ആയുസ്സുണ്ടായില്ല. 1964 ഡിസംബർ 22-23 അർദ്ധരാത്രിയിൽ ആഞ്ഞുവീശിയ അതിഭീകരമായ ചുഴലിക്കൊടുങ്കാറ്റ് ധനുഷ്കോടിയെ കടലിൽ താഴ്ത്തി. അന്ന് ഏകദേശം 1800ഓളം ആളുകൾ മരിച്ചുപോയതായി കണക്കാക്കപ്പെടുന്നു. ഈ മഹാദുരന്തത്തിനു ശേഷം മദ്രാസ് സർക്കാർ ഈ നഗരത്തെ ജനവാസത്തിന് യോഗ്യമല്ലാത്ത പ്രേതനഗരമായി പ്രഖ്യാപിച്ചു. ഇന്ന് അവിടെ തകർന്ന റെയിൽവേ സ്റ്റേഷന്റെയും പള്ളികളുടെയും അവശിഷ്ടങ്ങൾ മാത്രം ബാക്കിയാണ്. ആ നഷ്ടപ്രതാപത്തിന്റെ കഥകൾ പറയാനെന്നോണം കടൽ തീരത്ത് ആളൊഴിഞ്ഞ ഈ കെട്ടിടങ്ങൾ ഇന്നും തലയുയർത്തി നിൽക്കുന്നു. രാമേശ്വരത്ത് നിന്ന് 18 കിലോമീറ്റർ അകലെയാണ് ധനുഷ്കോടി സ്ഥിതി ചെയ്യുന്നത്. നിലവിൽ റോഡ് മാർഗം ഇവിടേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാം. ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് കടലുകൾ ചേരുന്നിടം ഒരു അദ്ഭുത കാഴ്ചയാണ്. ധനുഷ്കോടിയുടെ കിഴക്ക് ബംഗാൾ ഉൾക്കടൽ പ്രക്ഷുബ്ധമായി കാണപ്പെടുന്നു. ഇത് ആൺകടൽ എന്നറിയപ്പെടുന്നു. എന്നാൽ പടിഞ്ഞാറ് ശാന്തമായി കാണുന്ന ഇന്ത്യൻ മഹാസമുദ്രം പെൺകടൽ എന്നും അറിയപ്പെടുന്നു. കൂടാതെ രാവണന്റെ സഹോദരനായ വിഭീഷണന് ശ്രീരാമൻ പട്ടാഭിഷേകം നൽകിയെന്ന് വിശ്വസിക്കപ്പെടുന്ന കോദണ്ഡരാമസ്വാമി ക്ഷേത്രവും ധനുഷ്കോടി യാത്രയിലെ ഒരു പ്രധാന ആകർഷണമാണ്. ഭൂതകാലത്തിന്റെ കഥനകഥകൾക്കൊപ്പം അതിമനോഹരമായ കടൽക്കാഴ്ചകളും ചരിത്രപരമായ പ്രാധാന്യവും ധനുഷ്കോടിയെ ഇന്ത്യയിലെ സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രങ്ങളിൽ ഒന്നാക്കി നിലനിർത്തുന്നു.